ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ് നോക്കിയാലോ. ഷീ ഈസ് ഡാഷ് ഇൻ ഹെർ ക്ലാസ്. മോസ്റ്റ് ഇൻ്റലിജൻറ്റ്, മോർ ഇൻ്റലിജൻറ്റ്, ഇൻ്റലിജൻസ്റ്റ്, നൺ ഓഫ് ദിസ്. ഏതാണ് റൈറ്റ് ആൻസർ? ഇവിടെ നമ്മൾ ആ സെൻറ്റൻസിൻ്റെ മീനിങ് നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി എന്നല്ല അതിൻ്റെ മീനിങ് വരേണ്ടത്. അവളുടെ ക്ലാസ്സിൽ അവളാണ് ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി. അതായത് അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് എന്നൊരു വേർഡിൻ്റെ ഇതൊരു അഡ്ജക്റ്റീവാണ് അല്ലെ, ഒരാളുടെ വിശേഷണമാണ്. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് മോസ്റ്റ് ഇൻ്റലിജൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദിസ് ബുക്ക് ഈസ് ഡാഷ് ദാൻ വൺ ഐ റെഡ് ലാസ്റ്റ് വീക്ക്. അതായത് അതിൻ്റെ മീനിങ് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച ബുക്കിനേക്കാളും ഈ ബുക്ക് മോർ ഇൻട്രസ്റ്റിംഗ്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, ഇൻട്രസ്റ്റിംഗ്, അതിലേതാണ് കറക്റ്റ് വരുന്നത്? അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ബുക്ക് വായിച്ചു, ഇപ്പോൾ ഈ ബുക്കിനെ പറ്റി പറയുന്നു. എൻ്റെ മുന്നിൽ 2 ബുക്കുണ്ട്, ഈ 2 ബുക്കിന് ഞാൻ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഏത് ഡിഗ്രി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്? കമ്പാരറ്റീവ് ഡിഗ്രി ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻട്രസ്റ്റിങ്ങിൻ്റെ കമ്പാരറ്റീവ് ഡിഗ്രി എന്താണ്? ഇൻട്രസ്റ്റിംഗ് അത് പോസിറ്റീവ് ഡിഗ്രി, മോർ ഇൻട്രസ്റ്റിംഗ് അത് കമ്പാരറ്റീവ് ഡിഗ്രി, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വായിച്ച ബുക്കിനേക്കാളും ഈ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മൾ കമ്പാരറ്റീവ് ഡിഗ്രിയിൽ മോർ ഇൻട്രസ്റ്റിംഗ് യൂസ് ചെയ്യണം. അപ്പോൾ ദാൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒന്നിനേക്കാളും എന്ന് പറയുകയാണല്ലോ, അത് കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. അവിടെ മോർ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാ അഡ്ജക്റ്റീവ്സിനെയും കൂടി നമ്മൾ മോസ്റ്റ്, മോർ എന്നല്ല യൂസ് ചെയ്യാറ്. ഇപ്പം ബിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണെങ്കിൽ ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ്. വെദർ ടുഡേ ഈസ് ഡാഷ് ദാൻ യെസ്റ്റർഡേ കമൻറ്റ് ചെയ്യുക.